ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് 12648 ഹസ്രത്ത് നിസാമുദ്ദീൻ കോയമ്പത്തൂർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. തെലങ്കാനയിലൂടെയാണ് വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ വണ്ടി അത്യാവശ്യം ഇപ്പോൾ നല്ല സ്പീഡായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാമുദ്ദീനിൽ നിന്ന് വണ്ടി എടുത്ത സമയം മുതലേ വണ്ടി നല്ല സ്ലോ ആയിരുന്നു. കാരണം മഞ്ഞിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് വണ്ടി ലേറ്റായിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വണ്ടി ഇപ്പോൾ തെലങ്കാന സ്റ്റേറ്റിലൂടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന വഴിക്ക് ഫുള്ള് സ്റ്റോൺ പാറക്കല്ലാണ്, പാറയുടെ പരിപാടിയാണ്. ഫുള്ള് പാറയാണ്, ഈ സൈഡ് ഫുള്ള് പാറയും മലയും കുന്നും അങ്ങനെയുള്ള ഏരിയയിലൂടെയാണ് വണ്ടി വരുന്നത്. കാരണം നമ്മൾ ഈ വഴി വരികയാണെങ്കിൽ നമുക്ക് കുറേ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഈ തെലങ്കാന സ്റ്റേറ്റിൽ തന്നെ കുറേ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇത് നമ്മൾ നേരെ പോകുന്നത് തെലങ്കാന വഴി നേരെ കർണാടക കയറി, കർണാടകയിൽ നിന്നാണ് നേരെ തമിഴ്നാട്ടിലോട്ട് കയറുന്നത്. കോയമ്പത്തൂർ സേലം ഈ റോഡ് വഴി കോയമ്പത്തൂർ വരുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് പിന്നെ കേരളക്കാർക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കോയമ്പത്തൂർ ഇറങ്ങാം. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, ടിക്കറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടി കിടക്കുന്നവർക്ക് ഈ ഒരു വണ്ടി ഉപകാരമാണ്. വീക്ക്ലി എക്സ്പ്രസ് ആണ്, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഈ വണ്ടി. അങ്ങനെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇപ്പം നല്ല സ്ലോ ആയിട്ടുണ്ട്. അപ്പം ഇത് എത്തിയിരിക്കുന്ന സ്റ്റേഷനാണ് ഗൂട്ടി റെയിൽവേ സ്റ്റേഷൻ. ഗൂട്ടി റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ തെലങ്കാന സ്റ്റേറ്റാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. നമ്മൾ ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പം അപ്പുറത്തെ സൈഡല്ലേ, ഇത് നമ്മൾ ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് തെലങ്കാനയല്ലേ. അപ്പം വിഭജിച്ചതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഗൂട്ടി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് അങ്ങനെയാണ് കാണിക്കുന്നത്. നമ്മളിപ്പം കൂടുതലും സൗത്തിലോട്ട് എടുത്തുകൊണ്ടിരിക്കില്ല. അപ്പം വരുമ്പോൾ തെലങ്കാനയാണ് വരേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഏത് ബോർഡറിലൂടെയൊക്കെയാണ് വണ്ടി പാസ് ചെയ്യുന്നത് എനിക്കൊരു പിടുത്തമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റോഡിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും പിന്നെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അത് പറഞ്ഞു തരുന്നത് നല്ലതായിരിക്കും വീഡിയോ കാണുന്നവർ. ഗൂട്ടി അപ്പം തെലങ്കാന അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് അങ്ങനെയാണിത് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് തെലങ്കാന അവനാണ് ചാൻസ്. അങ്ങനെ ഗൂട്ടി റെയിൽവേ സ്റ്റേഷൻ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ വണ്ടി ഇപ്പോൾ സ്ലോ ആയിട്ടുണ്ട്. ഇവിടെ സ്റ്റോപ്പുണ്ട്. അപ്പം ദാണ്ടെ കയറിയാണ്, ഗൂട്ടിയിലോട്ട് കയറിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്, എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. കണ്ട ഗൂട്ടി റെയിൽവേ സ്റ്റേഷൻ. ഗൂട്ടി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1. പ്ലാറ്റ്ഫോം നമ്പർ 1ലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. യെസ്, തിരക്കൊക്കെ കുറവാണ് കേട്ടോ. ഇറക്കിയിട്ട് വലിയ തിരക്കൊന്നുമില്ല. 5 മണി ആയിട്ടുണ്ട്. ഇത് RPFൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടാണ്. നല്ല ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ എന്താ പറയുക, അധികം ടൈമിംഗ് ഒന്നും ഇല്ല കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആയതുകൊണ്ട് വലിയ ടൈമൊന്നുമില്ല, പെട്ടെന്ന് എടുക്കും. ഇറങ്ങിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേ വണ്ടി എടുത്തിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നവർ സൂക്ഷിക്കുക. അങ്ങനെ ഗൂട്ടി റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ട ഈ വരുന്ന വഴിക്ക് ഫുള്ള് ഈ പാറക്കല്ലും മലയും അങ്ങനെയുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് നല്ല ചൂടുള്ള സ്ഥലം കൂടിയാണ്. ഈ വരുന്ന വഴിക്ക് ഗൂട്ടി ഏരിയ ഈ പിന്നെ ആന്ധ്രാപ്രദേശ് ഏരിയയിലൂടെ നമ്മൾ വന്ന വഴിക്ക് കണ്ട മലയുടെ അവിടെ എല്ലാം നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ നല്ല മഴ, നല്ല ചൂടായിരിക്കും. ജൂണിൽ എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് കാലാവസ്ഥയെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ നമ്മൾ ചെറിയൊരു സിറ്റിയിലോട്ട് കിടന്നിട്ടിരിക്കുകയാണ് തോന്നുന്നു. സിറ്റിയാണെന്ന് തോന്നുന്നു. അവിടെ കണ്ടില്ലേ, ഇവിടെ വണ്ടി കിടക്കുന്നുണ്ടല്ലേ, ചെറിയ സിറ്റി. ഇത്രയും നേരം പിന്നെ എന്താ മലയുടെയും കുന്നിൻ്റെയും കീഴിലൂടെയാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ചെറിയൊരു സിറ്റിയിലൂടെ വന്നുകൊണ്ട് ഇവിടെ ആൾതാമസമുള്ള സ്ഥലത്തൂടെയാണ് വണ്ടി ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കൊള്ളാം, നല്ല രസമുണ്ട്. കാരണം ഇപ്പോൾ ചെറിയ ചൂടിൻ്റെ കുറവുണ്ട്. ചൂടുണ്ടായിരുന്നു, ഇപ്പം ചൂട് കുറഞ്ഞ് ചെറിയൊരു തണുപ്പൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടില്ലേ, ആ സൈഡ് ഫുള്ള് മലയാണ്. മല അതിൻ്റെ കീഴിൽ നമ്മൾ ഈ പാലക്കാടിൻ്റെ ബോർഡറിലോട്ടൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ആ മലയും അതിൻ്റെ കോയമ്പത്തൂർ പാലക്കാട് ആ ഒരു ബോർഡറിലോട്ട് വരുമ്പോൾ കണ്ടിട്ടില്ലേ, അതുപോലുള്ള മലയും കുന്നും. അത് പച്ചപ്പ്, ഒരു സൈഡിൽ പച്ചപ്പുള്ള എന്താ പറയുക വയലുണ്ട്. കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കൃഷി ചെയ്ത് പച്ചപ്പാട്ടുള്ള സമയത്ത് വരികയാണെങ്കിൽ നല്ല വ്യൂ ആണ്. ഈ റൂട്ടിൽ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഗൂട്ടി പാസ് ചെയ്തിട്ട് മുമ്പോട്ട് വരികയാണ് ഗൈസ്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലമാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആനന്ദപൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ആനന്ദപൂർ റെയിൽവേ സ്റ്റേഷനകത്തോട്ട് കയറിയാണ് കേട്ടോ. കണ്ടില്ലേ, അതൊരു വിശാഖപട്ടണം പോകുന്ന ട്രെയിനാണ് ആ കിടക്കുന്നത്. ബാംഗ്ലൂർ വിശാഖപട്ടണം ട്രെയിനാണ്
നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അങ്ങനെ അനന്തപൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അങ്ങനെ അനന്തപൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ചായ കുടിക്കേണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയെല്ലാം കുടിച്ചിട്ട് ഇപ്പം എത്തിയപ്പോൾ അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ധർമ്മവാരം റെയിൽവേ സ്റ്റേഷനാണ്. ധർമ്മവാരം റെയിൽവേ സ്റ്റേഷനകത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ താണ്ട ചെറിയ ഒരു കലാപരിപാടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പയ്യൻ പിന്നെ കരോട്ടയിൽ നമ്പർ ഫസ്റ്റ് റാങ്ക് എന്തോ അടിച്ചിട്ടുണ്ട്. അവന് മെഡൽ എന്തോ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൻ ദില്ലിയിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ കയറിയ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പയ്യനാണ്. അവനിപ്പം താണ്ടെ അവൻ്റെ മാസ്റ്ററാണെന്ന് തോന്നുന്നു. മാസ്റ്ററും അവൻ്റെ സഹപാഠികളും എല്ലാവരും കൂടെ ചേർന്ന് അവന് ഫോട്ടോയൊക്കെ എടുത്ത് അവനെ ആദരിക്കുകയാണ് കേട്ടോ. ഇല്ലല്ലേ, പയ്യന്മാരെല്ലാം വേറെ ലെവലാണ് കേട്ടോ. നമ്മളിപ്പം ഈ നോർത്തിലോട്ട് പോവുകയാണെങ്കിൽ ഫുള്ള് പിള്ളേരെല്ലാം വേറെ ലെവലാണ്. ലെവലുള്ള പിള്ളേരുണ്ട് കേട്ടോ. സ്ഥലത്ത് ഇല്ലെന്നല്ല, നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. ഈ ഭയങ്കര സപ്പോർട്ടല്ലേ ഇവരെല്ലാവരും, ഭയങ്കര സപ്പോർട്ടാണ്. ഈ പറയുന്ന സ്പോർട്സ് ലെവലിൽ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ കണ്ടില്ലേ, അതൊന്നും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അവന് എന്തോ മെഡൽ കിട്ടിയിട്ടുണ്ട്. എന്തോണോ സ്വർണ്ണമാണോ ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ അതെല്ലാം മേടിച്ച് അതിനെ ആനയിച്ചിട്ട് വെളിയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ധർമ്മവരം റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ കുറച്ച് നേരം ടൈമിംഗ് ഉണ്ട്. നമ്മൾ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ വണ്ടി നീങ്ങാതെ അറിയില്ലേ ഇല്ല കേട്ടോ. LHB കൊച്ചായതുകൊണ്ട് അറിയില്ല. ഒരു പെട്ടെന്നായിരിക്കും വണ്ടി എടുത്ത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് വെളിയിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി മിസ്സായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് പിന്നെ അടുത്ത വണ്ടിയിൽ പോകേണ്ടി വരും. അതുകൊണ്ട് LHB കൊച്ചിയിൽ നിന്ന് വെളിയിറങ്ങുന്നവർ ഇപ്പം തന്നെ ഇലക്ട്രിക് ഒക്കെ ആയതിനു ശേഷം വണ്ടി പെട്ടെന്നാണ് എടുത്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ധർമ്മവാരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ധർമ്മവാരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ ഏകദേശം 8 മണിയായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് 3-4 മണിക്കൂർ ലേറ്റായിട്ട് ഓടിയ വണ്ടിയായിരുന്നു. ഇപ്പോൾ സൗത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്ക് നല്ല സ്പീഡും കൂടുതലാണ്. ഏകദേശം നമ്മൾ വിചാരിച്ച സമയത്ത് വണ്ടി എത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ബാംഗ്ലൂർ യലഹങ്കയിൽ എത്തിയിരിക്കുകയാണ്. യലഹങ്ക സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ, കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ വെളിയിൽ. ഈ നമ്മുടെ ട്രാക്കിൻ്റെ സൈഡിലെ കെട്ടിടങ്ങളുണ്ടോ, എല്ലാം ഇപ്പം ലൈവായിട്ട് നിൽക്കുകയാണ് എല്ലാ സ്ഥലവും. ബാംഗ്ലൂർ സിറ്റി എല്ലാം ഫുൾ ലൈവ് ഏറിയപ്പോൾ നമുക്ക് കണ്ട എല്ലാം നല്ല വെട്ടമാണ് എല്ലാ സൈഡിലും. അങ്ങനെ യലഹങ്ക റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ യലഹങ്കയിൽ എത്തിയിരിക്കുകയാണ്. ഒരു 1.25 മണിക്കൂർ ലേറ്റേ ഉള്ളൂ വണ്ടി. ഇപ്പോൾ ഓടി നല്ല നൈറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ വണ്ടി നല്ല സ്പീഡിലാണ് വണ്ടി ഓടിയത്. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞു കേട്ടോ. യലഹങ്കയിൽ എത്തിയപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സുഖമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുക. രാവിലെ ആകുമ്പോൾ കോയമ്പത്തൂർ അങ്ങനെയാണ് കേട്ടോ. വെൽക്കം ടു യലഹങ്ക റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു എൻട്രൻസ് ഭാഗമാണ്. അത്യാവശ്യം നല്ല സൂപ്പർ റെയിൽവേ സ്റ്റേഷനാണ്. യലഹങ്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം തെലങ്കാനയിൽ ഉള്ളവർക്കൊക്കെ യലഹങ്കയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെയിൻ ഒരു ഉപകാരപ്പെടും കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ട്രെയിനും. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും ഇറങ്ങാം നമുക്ക് സാധിക്കും. അവിടെ വേണമെങ്കിൽ അവിടെ ഇറങ്ങാം, ഈ സൈഡിൽ വേണമെങ്കിൽ ഈ സൈഡിൽ ഇറങ്ങാം. എന്നിട്ട് ഫ്ലൈ ഓവർ കയറിയിട്ട് വെളിയിലോട്ട് പോകാം. അങ്ങനെയുള്ള സ്ഥലമാണ്. യലഹങ്ക ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് 2-3 വണ്ടികളുണ്ട്. യലഹങ്കയിൽ വരുന്ന 2-3 വണ്ടിയുണ്ട്. ഒരു ഗരീബ് ഉണ്ട് യലഹങ്ക സിറ്റിയിൽ വരുന്നത്. അപ്പം അങ്ങനെ യലഹങ്ക റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. യലഹങ്ക റെയിൽവേ സ്റ്റേഷൻ ഇപ്പം നൈറ്റൊക്കെ നല്ല എന്താ പറയുക, വലിയ തിരക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല യലഹങ്കയിലൊന്നും. പിന്നെ ഈ വണ്ടിയിൽ ലോക്കലിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഇതുവരെ ലോക്കലിനോട്ട് പോയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് എങ്ങനെയാണ് എന്തെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് ഇറങ്ങി വണ്ടി മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ ലോക്കലിലോട്ട് പോയിട്ടില്ല. അപ്പോൾ ലോക്കലിൽ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു എങ്ങനെയാണ് കണ്ടീഷൻ എന്നൊക്കെ, പക്ഷേ അത് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പം നേരെ യലഹങ്കയിൽ നിന്ന് വണ്ടി മൂവ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഗുഡ് ബൈ ബാംഗ്ലൂർ. ഇനി അടുത്തെന്ന് പറയുന്നത് കൃഷ്ണരാജപുരം, അങ്ങനെ കുറേ സ്ഥലമുണ്ട്. വൈറ്റ് ഫീൽഡ്, കൃഷ്ണരാജപുരം, അങ്ങനെ അതെല്ലാം ടച്ച് ചെയ്തിട്ടാണ് വണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സേലം, ഈറോഡ്, സേലം, അങ്ങനെ ചെന്ന് കോയമ്പത്തൂർ കയറും. അങ്ങനെയാണ് വണ്ടിയുടെ പോക്കെന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.